ചെയ്ത് നീക്കിയാൽ എനിക്ക് അപകടം ഉണ്ടാകുമെന്ന് പറയുകയും ഞാൻ 4 മെഡിക്കൽ കോളേജുകളിൽ പോവുകയും അതിൻ്റെ ശേഷം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ വേണ്ടി വരികയില്ല, ധൈര്യമായി പൊക്കോളാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം എനിക്ക് പുതുക്കാൻ പറ്റുള്ളൂ. അന്നേരത്തെ തന്നെ കോവിഡായിപ്പോയി. ഞാനിവിടെ വരുന്നതിന് വീട്ടിലിരുന്ന് കാണുമായിരുന്നു. 30 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഏത് ആശുപത്രിയിലെ മരുന്നാണ് കഴിച്ചത്? ഞാൻ ഒരാശുപത്രിയിലും കഴിച്ചില്ല, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ തൊണ്ടയിൽ മുഴ ദൈവം എടുത്ത് മാറ്റി. പിന്നെ പറഞ്ഞു എൻ്റെ മോളെ LLB പാസ്സായി, LLMന് പഠിക്കുമായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എഴുതി കൊടുത്തു. എൻ്റെ മകളുടെ കല്യാണ കാര്യം പ്രത്യേകിച്ച് ഞാനൊന്നും സമ്പാദിച്ചില്ല, എങ്കിൽ പോലും 45 ദിവസത്തിനകത്ത് ഒരു കല്യാണത്തിന് വരികയും സർക്കാർ ജോലിയുള്ള ഒരു എക്സൈസുകാരനെ കൊണ്ട് മോളെ കെട്ടിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് ഒരു കേസുണ്ടായിട്ട് കോടതിയിൽ ജപ്തി ആകുമെന്ന് പറഞ്ഞ് കേസിൻ്റെ ജപ്തിയുടെ വക്കീൽ വരെ വന്നു. ഞാനിവിടെ വന്ന് എഴുതി കൊടുത്തു. 45-50 ദിവസത്തിനകത്ത് അത് കേസിൽ നിന്ന് ഒഴിവായി കിട്ടുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ 2 മക്കൾ പഠിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചിട്ട് നല്ല രീതിയിൽ മാർക്കോട് കൂടി പഠിക്കാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. മകൻ്റെ കയ്യിൽ പെട്ടെന്നൊരു മുറിവുണ്ടായിട്ട് ഒരു ആശുപത്രിയിൽ കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് അതിന് ബലം കിട്ടത്തില്ലാതെ 22 ദിവസം കഴിഞ്ഞപ്പോൾ കൈവിരലുകൾ നൂരാതെ വന്നു. അതിൻ്റെ ശേഷം അവർ പറഞ്ഞു കൈക്ക് ബലം കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കോട്ടയം മാതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 60% ബലം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. മകൻ ഇപ്പോൾ 90% ബലമായി. മകനെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തി.